السلام عليكم ورحمة الله وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. صدق الله العظيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب هب لي حكما والحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് മരണപ്പെടുന്ന സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ രഹസ്യത്തിലും പരസ്യത്തിലും എല്ലാം അള്ളാഹു വിട്ടുപുറത്ത് അവൻ്റെ ഔദാര്യം കൊണ്ട് പൊരുത്തപ്പെടുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്കെല്ലാം അള്ളാഹു പൂർണ്ണമായ മഗ്ഫിറത്ത് മർഹമത്ത് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ദുരന്തത്തിൽ മരണപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാർ അള്ളാഹു തആല ശുഹദാക്കളായി അവരെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ അപകടങ്ങൾ, ആപത്ത്, ബലാ, മുസീബത്തുകളിൽ നിന്ന് അള്ളാഹു അവൻ്റെ ഔദാര്യം കൊണ്ട് നമ്മളെ എല്ലാവരും രക്ഷപ്പെടുത്തുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത് വലുതാണ്. അത് അവനുമായി ലയിച്ച് ചേർന്നവർക്ക് അത് ആസ്വദിക്കാൻ കഴിയും. അള്ളാഹയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കിപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാളെ കുറിച്ച് ചർച്ച ചെയ്യാനും സംസാരിക്കാനും നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ആണല്ലോ. കാരണം അവർക്ക് അതിനോടാണ് കൂടുതൽ സ്നേഹം. അതുകൊണ്ടാണ് അവരെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കേട്ടിരിക്കും മണിക്കൂറുകളോളം. ചില ആളുകൾക്ക് കഥകളോട്, ചിലർക്ക് കലകളോട്, ചിലർക്ക് കാമുകിമാരോട്, ചിലർക്ക് കാമുകന്മാരോട്, ചിലർക്ക് പ്രകൃതികളോട്, ചിലർക്ക് സിനിമകളോട്, ചിലർക്ക് പാട്ടിനോട്, ഗാനങ്ങളോട്, ഇങ്ങനെയൊക്കെ പല പല ഓരോരുത്തർക്കും ഓരോ സ്നേഹവും ഒരു ഇഷ്ടവും താല്പര്യമുള്ള സംഭവങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്താൽ അതിങ്ങനെ മണിക്കൂറുകളോളം കണ്ടിരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളിപ്പോ ഒരു വാട്സപ്പ് നമ്മൾ ഉപയോഗിക്കുന്നു, സമയം പോകുന്നതേ അറിയില്ല. അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നമ്മൾ കയറി, സമയം പോകുന്നതേ അറിയില്ല. എന്നാ നിങ്ങൾ ഖുർആൻ എടുത്ത് വെച്ചോന്ന് നോക്ക്. കോട്ട് വൈഡും ഉറക്കം വരും, 2 പേപ്പർ മൂടി വെക്കും. യാ അല്ലാഹ്, മൂടി വെച്ചാൽ ഉറങ്ങൂല, അടുത്ത മൊബൈൽ എടുക്കും, പിന്നെ ഉറക്കം വരെയില്ല. അപ്പൊ എതിനോടാണോ മഹബത്ത് കൂടുതൽ അതിനോട് ലദ്ദത്ത് കൂടും. നമുക്ക് ഭയങ്കരമായ ലദ്ദത്തായിരിക്കും. മഹാന്മാരായ ഔലിയാക്കൾ, ഖലഫുകൾ, സലഫുകൾ, സ്വാലിഹീങ്ങൾ നമസ്കാരത്തിൽ നിന്നുകൊണ്ട് അവർക്ക് ശീഘ്രസ്ഖലനം ഉണ്ടാകും. സ്ത്രീകളെ കണ്ടിട്ടോ, കള്ളക്കിനാവ് കണ്ടിട്ടോ, പേക്കിനാവ് കണ്ടിട്ടോ, ലൈംഗിക കിനാവുകൾ കണ്ടിട്ടല്ല, അള്ളാഹുവിനെ സ്നേഹിച്ച് അവനുമായുള്ള ആ ഒരു ആത്മീയ ബന്ധത്തിലൂടെ, മുനാജാത്തിലൂടെ, ആ ഒരു രഹസ്യ സംഭാഷണത്തിലൂടെ അവർക്ക് ശീഘ്രസ്ഖലനം തന്നെ സംഭവിച്ച ചരിത്രം. അങ്ങനെയാണ് അള്ളാഹുമായുള്ള ബന്ധം. ഏതിനോടാണോ നമുക്ക് ബന്ധം കൂടുതൽ അതിനോട് ഷൗക്ക്, ദൗക്ക് നമുക്കുണ്ടാകും. അള്ളാഹുവിനോട് നമുക്ക് ബന്ധം കൂടിയാൽ നമുക്ക് അള്ളാഹുമായിട്ട് ലദ്ദത്ത് ഉണ്ടാകും. അള്ളാഹയെ കുറിച്ച് പറയുമ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടാകും. ഭയപ്പെടുത്തുന്ന ആയത്തുകളറിയും പേടിയുണ്ടാകും. അള്ളാഹ് എന്നുള്ളൊരു ചിന്തയുണ്ടാകും. നബിതങ്ങളെ സ്നേഹിക്കുമ്പോൾ, നബിതങ്ങളെ എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്ത കുളിർമയാണ്, വല്ലാത്ത ആവേശമാണ്, ആനന്ദമാണ്, സന്തോഷമാണ്, ആഹ്ലാദമാണ്. നബി 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 എന്ന് കേൾക്കുമ്പോൾ തന്നെ. കാരണം എന്താ? നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നബിയാണ്, അള്ളാഹയാണ്. അപ്പൊ അള്ളാഹു റസൂൽ നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ അത് നമുക്ക് വല്ലാത്ത ഒരു ടേസ്റ്റാണ്. അത് അനുഭവിച്ച് അറിയുന്നവർക്ക് അതിന്റെ ടേസ്റ്റ് മനസ്സിലാവും. നമുക്ക് അങ്ങനെ ഒരു ടേസ്റ്റ് ഇന്ന് വരെ വന്നിട്ടേയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ ഉള്ളവർക്കാണ് പരിശുദ്ധമായ വൈദാ തുലിയത് അലൈഹിം ആയാതുഹു
സാദത്തുഹും ഈമാനാ. ആയത്തുകൾ, ഖുർആനിന്റെ ആയത്തുകൾ നമസ്കാരത്തിൽ അവർ കേൾക്കുമ്പോ അവർ കരഞ്ഞു പോകുന്നത്, പൊട്ടിക്കരഞ്ഞു. കേൾക്കുമ്പോ, ആയത്ത് കേൾക്കുമ്പോ, നരകത്തിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ, സ്വർഗത്തിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ, അതിന്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായി അവർ ഈ ലോകത്ത് നിന്നല്ല അവർ മാറിപ്പോവും. അങ്ങനെയാണ് സഹാബാക്കൾ ബോധം കെട്ട് വീഴുന്നത്, അബോധാവസ്ഥയിലാവുന്നത്, തളർന്നു പോകുന്നത്, രോഗബാധിതരായി പോകുന്നത് ഈ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോഴാണ്. നമുക്ക് കേട്ടിട്ട് ഇന്ന് വരെ മാറ്റം നമ്മുടെ കൽബിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ ഓർത്തോ, അല്ലാഹുവുമായോ ഖുർആനുമായോ നമ്മുടെ കൽബ് അടുത്തിട്ടില്ല. അതാണ് അതിന്റെ അർത്ഥം. ബാക്കിയുള്ളതുമായിട്ട് നമുക്ക് ബന്ധമുണ്ട്. കടയിലെ കച്ചവടം ചർച്ച ചെയ്താൽ ആര് പണം തരാനുണ്ട്, ആർക്ക് കൊടുക്കാനുണ്ട്. തരാനുള്ളവന്റെ നല്ല ഓർമ്മ കാണും, കൊടുക്കാനുള്ളവന്റെ പകുതി ഡിലീറ്റ് ആയി പോയി കാണും. കൃത്യമായിട്ടറിയാം, ഇതൊക്കെ കൃത്യമായിട്ടറിയാം. ഏത് കമ്പ്യൂട്ടർ പോലും കച്ചവടത്തിൽ ഇരിക്കുന്ന ആ വയസ്സായ ഉപ്പ പോലും കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്ന കാണാം. കിളമൻ കടയിൽ ഇരുന്നിട്ട് എങ്ങനെ എവിടുന്ന് പഠിച്ചു? അതൊക്കെ പിള്ളേർ പഠിപ്പിച്ചു ഇവിടെ കൂടെ ഇരിക്കുന്നത്. ഇതൊക്കെ ബുദ്ധിയുണ്ട്. ഖുർആൻ എടുക്കുമ്പോ ഉറക്കം വരും. ചില കടകളിൽ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഖുർആൻ അവിടുത്തെ ഷോക്കേസിലിരിക്കുന്ന കാണാം, അലമാരിയിരിക്കുന്നതാണ് ഖുർആൻ. ചോദിച്ചിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. ഒരു ബർക്കത്തിന് വെച്ചിരിക്കും ഖുർആൻ, ഒരു ബർക്കത്തിന്റെ കടയിൽ എങ്ങനെ വെച്ചിരിക്കുകയാണ്. ചില ആളുകൾ വാഹനത്തിൽ വെച്ചിട്ടുണ്ട് ഖുർആന്. ബർക്കത്ത് ഉണ്ടാക്കാൻ പറ്റിയ സാധനമല്ല ഇത്, ഓതി ഉണ്ടാക്കുന്ന സാധനമാണ് ബർക്കത്ത്. ഓതിയിട്ടാണ് ഉണ്ടാക്കേണ്ടത്, അല്ല ഇത് വെച്ചിട്ട് ബർക്കത്ത് ഉണ്ടാവില്ല സംഭവം. അത് വെക്കുന്നത്, അതാണ് നമുക്ക് അതിന്റെ ഒരു ലദ്ദത്ത്, ഒരു ടേസ്റ്റ് വന്നിട്ടില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. എതിനോടാണോ നമുക്ക് ടേസ്റ്റ് ഇമ്പം കൂടുതൽ, അതിനോടായിരിക്കും കൂടുതൽ താല്പര്യം. ഇപ്പൊ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഏതാ? മീഡിയകളോടാണ് ടേസ്റ്റ്. അപ്പൊ നമ്മളിപ്പോ ഫുൾ ടൈം അതിലേക്കാണ് നമ്മൾ ലയിച്ചു ചേരുക. എന്നാൽ സഹാബാക്കളെ അപേക്ഷിച്ചിടത്തോളം വഇദാ ദുക്റല്ലാഹ് സാദതുഹും ഈമാനാ. പടച്ചവനെ, എന്റെ ആശിഖിനെ കുറിച്ച് പറയുമ്പോ എനിക്ക് ഈമാൻ അധികരിക്കുകയാണ്. ഒന്നുകൂടെ പറ അല്ലാഹയെ കുറിച്ച്, ഒന്നുകൂടെ പറ നബിയെ കുറിച്ച്. ആഗ്രഹമാണ് കേൾക്കാൻ. അള്ളാന്റെ റസൂലിനെ പുകഴ്ത്തുന്ന സഹാബാക്കളെ കാണുമ്പോ, നബി തങ്ങളുടെ മുന്നിൽ സലാത്ത് ചൊല്ലുന്നത് കേൾക്കുമ്പോ, ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹും അവരോട് ദിർഹമുകൾ ദിനാറുകൾ കൊടുത്തിട്ട് പറയും, ഒന്നുകൂടെ ആ നബിയെ കുറിച്ച് നിങ്ങളൊന്ന് പറയണേ. ആവേശം. പാട്ട് പാടുമ്പോ നമ്മൾ കണ്ടിട്ടില്ലേ യൂട്യൂബിലൂടെ ഒക്കെ, പാടുന്നവർക്ക് പൈസ വാരിയെറിഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കും. ഒന്നുകൂടെ പാട്. അവർക്ക് അതിനോടാണ് അവരുടെ ഇൻപം, അവരുടെ ലദ്ദത്ത് അതിനോടാണ്. നൃത്തം ചവിട്ടുന്നവരോട് കരഘോഷങ്ങളോടുകൂടി പ്രചോദനം കൊടുക്കുകയാണ്. നല്ല ക്ലാപ്പിംഗ്, ഒരു ക്ലാപ്പ് കൊടു, എല്ലാവർക്കും ഭയങ്കര ക്ലാപ്പ്. കാരണം അവർക്ക് അതാണ് ഇൻട്രസ്റ്റ്. അല്ലാഹ് എവിടെ, റസൂൽ എവിടെ? ആ ലദ്ദത്ത് നമുക്ക് ഉണ്ടാകണം, എന്നാലേ നമ്മൾ ഒറിജിനൽ മുഅ്മിനാവുള്ളൂ. അതാ ഖുർആൻ പറഞ്ഞതിന്റെ വാക്ക്, ഞാൻ പറയല്ല. എന്റെ അടക്കം ബലഹീനതയാണ് ഞാൻ ഈ പ്രസംഗിക്കുന്നത്. നിങ്ങളുടെ മുന്നിൽ പ്രസംഗിക്കും ഞാൻ വലിയ തങ്ങളും ഷേഖല്ല, നിങ്ങളെക്കാളും മോശമാണ്. പക്ഷെ അങ്ങനെ ആവണം നമ്മൾ. അതിനാണ് ഈ പറഞ്ഞത്. ഇന്നമൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ ആരെന്നറിയോ? അല്ലദീന ഇദാ ദുകിറല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെടുമ്പോ സാദത്തുഹും ഈമാനാ വജിലത്ത് ഖുലൂബുഹും. ബാങ്ക് വിളിക്കുകയാണ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എത്ര സംസാരത്തിലായാലും അല്ലാഹ് നിന്നെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുകയാണ്. വാനമണ്ഡലത്തിൽ മുഴങ്ങി കേൾക്കുകയാണ്. നമ്മുടെ സംസാരം നിർത്തിയിട്ട് ആ ബാങ്കിന് നമുക്ക് കാതോർക്കാം. അങ്ങനെ ചിന്ത ഉണ്ടാവൂലല്ലോ, ചിന്ത ഉണ്ടാവൂല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോപ്പിക് ഏതാണോ അതിനാണ് മുൻതൂക്കം കൊടുക്കുക. ബാങ്ക് അവിടെ നിൽക്കട്ടെ, നമ്മൾ സംസാരിച്ചോ, കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോകും. അതിന്റെ അർത്ഥം അങ്ങനെയല്ലേ? അതിന്റെ അർത്ഥം തന്നെ അള്ളാഹയെ കുറിച്ച് പറയുമ്പോൾ വലിയ അതവിടെ കിടക്കട്ടെ, പരിപാടി നടക്കട്ടെ, സംഭവം നടക്കട്ടെ. അതുകൊണ്ട് ഈമാൻ അങ്ങോട്ട് കേറിയിട്ടില്ല, അതാണ് അതിന്റെ അർത്ഥം. വേറൊന്നുമല്ല, കൽബിലേക്ക് കേറണം. അല്ലാഹു നമ്മുടെ കൽബിൽ ഈമാൻ തരട്ടെ. അല്ല നമ്മളിപ്പോ എന്താ പറയാ, വൈദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. ആയത്ത്
ആയത്തിറങ്ങുമ്പോ സ്വഹാബാക്കൊക്കെ പേടി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു പ്രഭാഷകൻ ഉണ്ടായിരുന്നു, സാബിത്ത് ഇബ്നു ഖൈസ് ഇബ്നു ഷമ്മാസ് റളിയല്ലാഹു തആല അൻഹു. വലിയ പ്രാസംഗികനാണ്, ഖതീബുൽ അൻസാർ എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് അറിയപ്പെടുന്നത്. ഖതീബുൽ അൻസാർ, അൻസാരികളുടെ പ്രഭാഷകൻ. അന്നത്തെ കാലത്തെ ഉണ്ട് പ്രഭാഷകർ. അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിന്റെ സംസാരം, പ്രഭാഷണം ശബ്ദത്തിലാണ്. ഇപ്പൊ ഞാനൊക്കെ വന്നിവിടെ പ്രസംഗിച്ചപ്പോ ഭയങ്കര ശബ്ദമാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് പരാതി പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്യാൻ, എനിക്ക് ശബ്ദം കുറയ്ക്കാൻ കഴിയുന്നില്ല. ഇപ്പോഴും പരാതിയുണ്ട്. ഇങ്ങനെ സൗണ്ടിൽ പ്രസംഗിച്ച് ശീലിച്ചു പോയി. ഈ പ്രസംഗിക്കാൻ പോകുമ്പോഴേ അതറിയുള്ളൂ. ക്ലാസ് എടുക്കുന്നവരാകുമ്പോൾ പതുക്കെ 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 ടീച്ചർമാർക്കൊക്കെ അവർക്ക് ക്ലാസ് എടുക്കാൻ പറ്റും, ട്യൂട്ടർ അവർക്കൊക്കെ ചെറിയ രീതിയിൽ. നമുക്കിത് എന്താണെന്നറിയില്ല, ഇങ്ങനെ ഈ ആയിരങ്ങളെ കണ്ട് ഇങ്ങനെ ഉറക്കെ പ്രസംഗിച്ച് ശീലിച്ചു പോയി. ഈ പൊട്ടന്മാരൊക്കെ മരുമോനും മരുമോളും ഒക്കെ വീട്ടിൽ അവരടുത്ത് മാമായോ ചിലപ്പോൾ അത്തായോ വാപ്പൊക്കെ പൊട്ടനായിരിക്കും. പറഞ്ഞ് സാധാരണക്കാരൻ പോയാലും ഉറക്കെ അവർ സംസാരിക്കുള്ളൂ. ഞാൻ പോയി ചോദിച്ചിട്ടുണ്ട്, നീ എന്തിനാ ഇത്ര ഉറക്കം? അയ്യോ ഉസ്താദെ, അത് മാമ പൊട്ടനാണ്, എപ്പോഴും മാമാടുത്തത് ഇങ്ങനെ ഉറക്കെ സംസാരിച്ച് എങ്ങനെ ആയിപ്പോന്നാണ്. ഇപ്പൊ എനിക്ക് പതുക്കെ സംസാരിക്കാൻ അറിഞ്ഞൂടാ അനുഭവമാണ്. അപ്പൊ ഇതേപോലെ നമ്മൾ അങ്ങനെ സംസാരിച്ച് ശൈലി വന്നപ്പോ നമുക്ക് ഇങ്ങനെ സൗണ്ട് കൂടിപ്പോയി. പൊതുവെ പ്രഭാഷകർ എന്ന് പറയുമ്പോൾ ഇച്ചിരി ഒച്ചത്തിൽ സംസാരിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ ഒച്ച അങ്ങനെ നിലനിന്ന് പോകുന്നു. പതുക്കെ സംസാരിച്ച ഒച്ചയെല്ലാം കൂടെ പോകും. ഈ ഒച്ച അടവ് മാറണമെങ്കിൽ ഉറക്കെ സംസാരിക്കണം, എന്നാലേ ഈ ശബ്ദം നിലനിൽക്കുള്ളൂ. അങ്ങനെ എന്തോ ഒരു സൈക്കോളജി ഉണ്ട്. എന്തായാലും സൗണ്ട് കൂടി ഞങ്ങൾ പൊരുത്തപ്പെടി. സൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പ്രസംഗം വരുത്തുള്ളൂ. അതാ പ്രശ്നം. സൗണ്ട് ഇല്ലെങ്കിൽ വിട്ട് പ്രസംഗം വരേയില്ല. അതാണ് എന്താണെന്നറിയില്ല സംഭവം. അങ്ങനെ ഒരു ശൈലിയെ കുറ്റം പറഞ്ഞില്ല. ഇപ്പൊ സഹാബിയുടെ സംഭവം ഇത് തന്നെ. ഞാൻ വെറുതെ പറയല്ല. ഖതീബുൽ അൻസാർ, അൻസാരികളുടെ പ്രഭാഷകൻ എന്നാണ് നബി തങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്. അൻസാരികളുടെ പ്രഭാഷകനാണ് സാബിത്ത് ഇബ്നു ഖൈസ് ഇബ്നു ഷമ്മാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഉറക്കെയാണ് പ്രസംഗിക്കുന്നത്, സംസാരിക്കുന്നത്. സദസ്സിൽ ഇരുന്നാൽ പോലും ഉറക്കെ സംസാരിക്കുന്ന ആളാണ്. ആയത്തിറങ്ങി, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗൽ കജഹരി ബഅദികും ലിബഅദിൻ തഹബത അമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. ആയത്തിറങ്ങുകയാണ്, ഏ സത്യവിശ്വാസികളെ, ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി, നബി തങ്ങളുടെ ശബ്ദത്തെക്കാൾ, നബി തങ്ങളുടെ മുന്നിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ശബ്ദത്തിനെ ഓവർടേക്ക് ചെയ്തിട്ട് അതിനേക്കാൾ വലിയ ശബ്ദത്തോടെ നിങ്ങൾ ഭാഷണം നടത്തരുത് കേട്ടോ, സംസാരിക്കരുത്. ഇത് പ്രസംഗിക്കരുത് എന്നുള്ളതിന്റെ അർത്ഥമല്ല. നബി തങ്ങളുടെ മുന്നിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ശബ്ദം ഇട്ട് സംസാരിക്കാൻ പാടില്ല. അതിന് ഒരു മാന്യമായ ആളുകളുടെ മുന്നിൽ, ഒരു അള്ളാഹു ആദരിച്ച അവരുടെ മുന്നിൽ പോകുമ്പോൾ നമ്മൾ വളരെ ഭവ്യതയോടുകൂടി സംസാരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ നബിതങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ പാടില്ല. അത് ഇദ്ദേഹത്തെ കുറിച്ച് അറിഞ്ഞതല്ല. ചില ആളുകൾ വന്നിട്ട് യാ മുഹമ്മദ് യാ മുഹമ്മദ് എന്നൊക്കെ ഉറക്കെ വിളിക്കും നബിതങ്ങളെ ഭയങ്കര ശബ്ദത്തില്. നബിയാണെന്നുള്ളതോ ആ ഒരു പ്രവാചകനാണ്, ഇങ്ങനെയുള്ള ഒരു മഹത്വം പോലും ഇല്ലാതെ ഈ കാട്ടറബികൾ വന്ന് അങ്ങനെ ഉറക്കെ വിളിച്ച് സംസാരിച്ചിരുന്നു. അപ്പൊ അല്ലാഹ് ഇറക്കിയ ആയത്താണ്. ഈ ആയത്തിറങ്ങി, ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗൽ കജഹരി ബഅദികും ലിബഅദിൻ അൻ തഹബത അമാലുകും. ചിലർ കിടന്ന് വിളിക്കുന്നത് പോലെ, ചിലർ കിടന്ന് ഒച്ചയിടുന്നത് പോലെ, ചിലർ അപശബ്ദമുണ്ടാക്കുന്നത് പോലെ, ബഹളമുണ്ടാക്കുന്നത് പോലെ നിങ്ങൾ ബഹളം ഉണ്ടാക്കരുത് കേട്ടോ. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ അത് കാരണമാണ്. നിങ്ങൾ പോലും അറിയില്ല. വഅൻതും ലാ തശ്ഉറൂൻ. സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു തആല അൻഹു ആയത്തിറങ്ങിയപ്പോ അദ്ദേഹം വീട്ടിൽ വന്ന് കുത്തിയിരിക്കാൻ തുടങ്ങി. പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ല. അദ്ദേഹം ഫയഖൂലു പറയാൻ തുടങ്ങി, അനമിൻ അഹ്ലിന്നാർ അനമിൻ അഹ്ലിന്നാർ. ഞാൻ നരകാവകാശിയായി പോയി റബ്ബേ, ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയി റബ്ബേ. ഒരു സ്വഹാബി ഒരായത്തിറങ്ങിയപ്പോ നബിതങ്ങടുക്കൽ വന്ന് സംസാരിക്കുമ്പോൾ ശബ്ദം ഉണ്ടാക്കിയൊക്കെ സംസാരിച്ചതിന്റെ പേരിൽ ഒരായത്തിറങ്ങി, എന്റെ പേരിൽ ഇറങ്ങിയ ആയത്താണല്ലോ, ഞാൻ നരകത്തിലാണെന്ന് അദ്ദേഹം ഒരേ ടെൻഷൻ. അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. എപ്പോഴും നബിതങ്ങളുടെ സദസ്സിൽ കാണുന്ന ആള് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. വീട്ടിൽ തന്നെ അനമിൻ അഹ്ലിന്നാർ, ഞാൻ നരകത്തിന്റെ അവകാശിയാണ്. ഈമാൻ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ ഗോത്ര തലവനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ കണ്ടപ്പോ ഫസഅല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ഇബ്നു മുആദ് അൻ സാബിത് ഇബ്നു ഖൈസ് ഇബ്നു ഷമ്മാസ്, ഏയ് സഅദ്, എന്ത് പറ്റി നമ്മുടെ യാ അബ അംർ, എന്ത് പറ്റി നമ്മുടെ ഖൈസിന് സാബിത്തിന് എന്ത് പറ്റി? ഇഷ്തക, രോഗി വല്ലാണോ? അദ്ദേഹം പറഞ്ഞു വൈന്നഹു ലജാരി, അദ്ദേഹത്തിന്റെ അയൽവക്കക്കാരനാണ്. മാലിം തു, എനിക്കറിയില്ല അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് എനിക്കറിയില്ല നബിയെ, എന്റെ അയൽവക്കക്കാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിത് ചോദിച്ചത് കേട്ടപ്പോ ഈ സഹാബി നേരെ ഓടിപ്പോയി അദ്ദേഹത്തിന്റെ അടുക്കലേക്ക്, സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു അടുക്കലേക്ക് ഓടിപ്പോയി. അല്ല, എന്ത് പറ്റി? നിന്നെ കുറിച്ച് നബി തങ്ങൾ ചോദിച്ചു, നിനക്കെന്ത് രോഗം വല്ലതും? ഞങ്ങൾ കാണുന്നില്ല, അല്ലാഹുവിന്റെ റസൂലിനെ സദസ്സിൽ വരുന്നില്ല, കാണുന്നില്ല. വലഖദ് അലിംതും അന്നി മൻ അർഫഉ സൗതൻ മിൻകും, നിനക്കറിയില്ലേ നിങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ശബ്ദം ഉയർത്തി സംസാരിക്കുന്നത് ഞാനാണെന്ന്. അല്ലാഹു തആല ആയത്തിറക്കി എനിക്കെതിരെ, നിങ്ങൾ അറിഞ്ഞില്ലേ? يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون. ആയത്തിറങ്ങിയില്ലേ? ശബ്ദമുയർത്തി സംസാരിച്ചാൽ അവരുടെ പാപങ്ങൾ നഷ്ടപ്പെട്ടു പോകും, അവരുടെ പാപങ്ങൾ വർദ്ധിക്കുക, അമലുകൾ നഷ്ടപ്പെട്ടു പോവുകയും നിങ്ങൾ അറിയാതെ തന്നെ നന്മകളെല്ലാം ചോർന്നൊലിച്ചു പോകുമെന്ന് ഈ ആയത്ത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തി പ്രസംഗിക്കുന്നവൻ ഞാനാണ്. അനമിൻ അഹ്ലിന്നാർ, ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയി സഅദ്. അതുകൊണ്ട് വിഷമം, ടെൻഷൻ കയറിയിട്ട് ഞാൻ വീട്ടിലിരിക്കുകയാണ്, ടെൻഷൻ കയറിയിട്ട് വീട്ടിലിരിക്കുകയാണ്. ഇദ്ദേഹം ഈ സംഭവം നബി തങ്ങളോട് പോയിട്ട് പറഞ്ഞു, നബി ഇങ്ങനെയാണ് സംഭവം. അദ്ദേഹം ടെൻഷനിലാണ് അദ്ദേഹം വരാത്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറഞ്ഞു, സഅദിനെ വിളിച്ചു കൊണ്ടുവരണേ. ഒരിക്കലും അദ്ദേഹം നരകത്തിന്റെ അവകാശിയല്ല, ബൽ ഹുവ മിൻ അഹ്ലിൽ ജന്ന, അദ്ദേഹം സ്വർഗത്തിന്റെ അവകാശിയാണ് കേട്ടോ. ആയത്ത് ഇദ്ദേഹത്തിന് വേണ്ടി ഇറങ്ങിയതല്ല, പക്ഷേ ആ ആയത്ത് എന്റെ പേരിലാണോ എന്ന് ടെൻഷൻ അടിച്ചു പോയി. നമുക്ക് എത്ര ആയത്ത് ഓതി, ഖത്തമുൽ ഖുർആൻ ഓതി നമ്മുടെ തലയിൽ വെള്ളം ഒഴിച്ചാലും വല്ല മാറ്റം വരുമോ? ഉള്ള ശൈത്താൻ ഇറങ്ങിയില്ല, പുറത്തുള്ളത് ചാടി കയറുകയും ചെയ്യും. നമുക്ക് ഖുർആനായിട്ടുള്ള ബന്ധം അതാണ്. നമുക്ക് ഖുർആൻ കേട്ടാലും ഖുർആൻ ഓതിയാലും ഖുർആനുമായുള്ള ബന്ധം അതാണ്. സഹാബാക്കൾ അങ്ങനെ ആയിരുന്നില്ല. അവരിത് കേൾക്കുമ്പോൾ തന്നെ പിടയ്ക്കുകയാണ്, അവരുടെ കൽബ് ഇടിക്കുകയാണ്. നമുക്ക് പനി കൂടണം, പ്രഷർ കൂടണം, നമ്മുടെ ഇടുപ്പ് കൂടണമെങ്കിൽ ഇവർക്ക് ആയത്ത് കേൾക്കുമ്പോ ഇടി കൂടും. ആഖിറത്തിന്റെ ആയത്തുകൾ, നരകത്തിന്റെ ആയത്തുകൾ, അദാബിന്റെ ആയത്തുകൾ. അതുകൊണ്ടാണ് സ്വഹാബാക്കളെ കുറിച്ച് പറഞ്ഞത്, ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ, ഒറിജിനൽ മുഅ്മിനീങ്ങൾ അവരാണ്. ഈ ക്വാളിറ്റി ഉള്ളവരാണ് യഥാർത്ഥ സത്യവിശ്വാസികൾ. ഖുർആന്റെ വാക്കല്ലേ, ആർക്കും ഇതിൽ രണ്ടഭിപ്രായം ഇല്ലല്ലോ. ഇത് സഹീഹാണ്, സഹീഹല്ല എന്ന് നമുക്ക് രണ്ടഭിപ്രായം ഇല്ലല്ലോ. അല്ലാഹ് വ്യക്തമായിട്ട് പറഞ്ഞ വാക്കല്ലേ. അല്ലാഹ് പറയാത്ത വല്ല ലോകത്ത് നടക്കുവോ? നടക്കൂല. അതുകൊണ്ടാണ് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തൊക്കെ കണ്ടിട്ട് പേടിച്ചിട്ട് ഇദാ സാറ ഫീ ശാരിഇൽ മദീനത്തിൽ മുനവ്വറ, മദീന മുനവ്വറയുടെ വഴിയോരങ്ങളിലൂടെ നടന്നു പോകുമ്പോ ഇദാ റഅ ഗുലാമൻ സഗീറ, കൊച്ചുകുട്ടികളെ കണ്ടാൽ അസ്റാ ഇലൈഹി, ആ കുട്ടികളുടെ അരികിലേക്ക് ഓടിപ്പോകും. കുട്ടിയടുക്കിലേക്ക് ഓടും. വൻഹനാ ഇലൈഹി, കൊച്ചുകുട്ടിയല്ലേ, കുനിയും, മോനെ അങ്ങനെ കുനിയും അവന്റെ അടുക്കിലേക്ക്. തലകുനിച്ചിട്ട് പറയും, ഇസ്അലില്ലാഹ അയ്യദ്ഉ അല്ലാഹ അയ്യഗ്ഫിറ ലനാ. ഖലീഫ ഉമർ നബിതങ്ങളുടെ സന്തത സഹചാരി, സ്വർഗം കൊണ്ട് അള്ളാഹുവിന്റെ റസൂല് ഉറപ്പ് നൽകിയ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു മദീനയുടെ ഓരത്തുകൂടെ നടന്നു പോകുന്ന പിഞ്ചു പൈതൽ ബാലന്മാർ, കൊച്ചുകുട്ടികളെ കാണുമ്പോ പോയിട്ട് കൈക്ക് പിടിച്ചിട്ട്, മോനെ ഞങ്ങൾക്ക് വേണ്ടി നീ ദുആ ചെയ്യണേ, ഞങ്ങളുടെ പാപം പൊറുക്കാൻ നീ ദുആ ചെയ്യണേ. കൊച്ചുകുട്ടികളെ കണ്ട നമ്മൾ ആട്ടി ഓടിക്കാണ്. കൊച്ചുകുട്ടികളെ കണ്ടിട്ട് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു തല കുനിച്ചിട്ട് അവന്റെ അടുക്കൽ പോയിട്ട്, പൊന്നു മോനെ ഞങ്ങൾക്ക് വേണ്ടി പാപം പൊറുക്കാൻ നീ ദുആ ചെയ്യണം കേട്ടോ. ഫയഅജിബു അസ്ഹാബു ഉമർ, ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ സഹാബാക്കൾക്ക് ഇത് കേട്ടപ്പോൾ വലിയ അത്ഭുതമായി പോയി. യാ അമീറൽ മുഅ്മിനീൻ, യാ അമീറുൽ മുഅ്മിനീൻ,
അതസ്അലു ഐ അതസ്അലുൽ ഗുലാമ അൻ യദ്ഉ അല്ലാഹ റബ്ബന. എന്താണ് നിങ്ങൾ കൊച്ചു കുട്ടികളോട് പാവം പൊറുക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി അപേക്ഷിക്കുകയോ? എന്താണിത്? ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇന്നഹു ലം യബ്ലുഗുൽ ഹുൽമ വലം യജ്രി അലൈഹിൽ ഖലമു ഫദുആഉഹു മുസ്തജാബുൻ. ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, പ്രായപൂർത്തിയാകാത്ത മക്കളാണവർ. അവരുടെ മേൽ വിധി കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ഇന്നത് ചെയ്യണം ചെയ്യരുത് എന്നുള്ള വിധി നിർണയം അവരുടെ മേൽ എഴുതപ്പെട്ടിട്ടില്ല. ഫദുആഹു മുസ്തജാബുൻ. അതുകൊണ്ട് അവരുടെ ദുആയിക്ക് മറയില്ല, ഇജാബത്താണ്. ഇജാബത്താണ്. തമാശക്കാണെങ്കിൽ വയനാട്ടിൽ കുട്ടികൾ ദുആറുന്ന നമ്മളെല്ലാം കണ്ടല്ലേ? നമ്മൾ നോക്കുമ്പോ തമാശയായിരിക്കാം. മാതാപിതാക്കൾക്ക് ഈ ദുആ എന്ന് പറയുന്നത് ഒരു വലിയ വിശ്വാസമൊന്നും കാണൂല. ഒരു വൈറലാകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ച് ചുമ്മാ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട്, വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുട്ടികളെ കൊണ്ടിരുത്തി തമാശയ്ക്ക് ഇരുന്ന് ദുആരപ്പിക്കും. നമ്മൾ കണ്ട ചരിത്രമാണല്ലോ. ഇത് ചെറിയ കാര്യമല്ല. കുട്ടികളെ കൊണ്ടുള്ള ദുആ, കുട്ടികളുടെ ദുആയ്ക്ക് ഇജാബത്ത് ഉണ്ടെന്നുള്ളത് ചെറിയ കാര്യമല്ല. റുഫിഅൽ ഖലമു അൻ സലാസത്തിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 3 വിഭാഗം ആളുകളുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നും രേഖപ്പെടുത്തൂല. അവരുടെ മേൽ ഒരു കാര്യവും നിർബന്ധവുമില്ല. 3 വിഭാഗക്കാർ. റുഫിഅൽ ഖലമു അൻ സലാസത്തിൻ. 3 പേരുടെ കാര്യങ്ങൾ അല്ലാഹു രേഖപ്പെടുത്തിയേയില്ല. അതിലൊന്ന് വഅനി സബിയ്യി ഹത്താ യബ്ലുഗ. ഒരു കുട്ടി, ആ കുട്ടി പ്രായപൂർത്തി എത്തുന്നത് വരെ ആ കുട്ടിയുടെ മേൽ ഒരു വിധി നിർണയവും രേഖപ്പെടുത്തപ്പെടുകയില്ല. ഒരു കുറ്റവും ഒരു തെറ്റും അള്ളാഹു രേഖപ്പെടുത്തി വെക്കുകയില്ല. ആ കുട്ടിക്ക് ഇജാബത്തുണ്ട്. രണ്ടാമത് ഉറങ്ങുന്ന വ്യക്തി, ആ ഉറങ്ങിക്കിടക്കുന്നു, ആ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് വരെ അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു പറഞ്ഞാൽ ആ ഉറക്കിൽ സംഭവിച്ചു പോയത് അവൻ അറിയാതെ സംഭവിക്കുന്നതാണ്, അത് രേഖപ്പെടുത്തപ്പെടുകയില്ല. ആ ഉറക്കിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മരണമാണ്. പകുതി അല്ലാഹുമ്മ ബിസ്മിക അമൂതു എന്നാണ് അതിന്റെ പേര്. ഞാൻ മരിക്കുന്നു നിന്റെ പേര് ചൊല്ലി, എന്നിട്ടാണ് നമ്മൾ ഉറങ്ങുന്നത്. ആ ഉറക്കിൽ സംഭവിക്കുന്ന തെറ്റുകൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുകയില്ല. മൂന്നാമത് വഅനിൽ മജ്നൂൻ ഹത്താ യഫീഖ. ബുദ്ധിയില്ലാത്തവർ, മന്ദബുദ്ധികൾ. അപ്പോ ആ ബുദ്ധിയില്ലാത്തവർക്ക് ബുദ്ധി തിരിച്ചു കിട്ടുന്നത് വരെ, അവരെയും അവർ സ്വതന്ത്രരാകുന്നത് വരെ, അവർ നല്ലൊരു അവസ്ഥയിൽ എത്തുന്നത് വരെ അവരുടെയും മേൽ വിധി നിർണയം രേഖപ്പെടുത്തപ്പെടുകയില്ല. അപ്പൊ ഇതിൽ കുട്ടികളുടെ മേൽ രേഖപ്പെടുത്തപ്പെടുകയില്ല എന്ന് പറയുമ്പോൾ കുട്ടികളെ കൊണ്ട് നന്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യിപ്പിക്കണം, തിന്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യിക്കരുത്. തമാശക്കാണെങ്കിലും നമ്മൾ അത് കേൾക്കുമ്പോൾ ആലോചിച്ച് നോക്കിൻ, അതിൽ ആ കുട്ടികൾ ദുആ ചെയ്യുന്നത്, അത് വാപ്പ ഉമ്മ കേട്ട് നിന്ന് ഫോട്ടോ എടുത്ത് അത് വാട്സപ്പിൽ, ഫേസ്ബുക്കിൽ, യൂട്യൂബിലിട്ട് വൈറലാക്കാൻ വേണ്ടി മാതാപിതാക്കൾ അതിനു വേണ്ടി തയ്യാറായി നിന്നിട്ട് അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. അപ്പൊ സ്കൂളിൽ പോകുന്ന ഒരു മടി കൊണ്ട് സ്കൂളേ വേണ്ട അല്ല, ഇനി സ്കൂളേ വേണ്ട അല്ല, സ്കൂളേ നിർത്തിക്കളെ അല്ല, ഞങ്ങൾക്ക് ഇവിടുത്തെ സ്കൂളിലേക്ക് പോകേ വേണ്ട അല്ല, വയനാട്ടില് മഴ കൂട്ടണേ അല്ല. 3 പ്രാവശ്യം നിങ്ങളത് കണ്ടില്ലേ? 3 പ്രാവശ്യം ആ കുട്ടികൾ ആവർത്തിച്ചു. നബിതങ്ങൾ ഒരു ദുആ ഇജാബത്ത് കിട്ടാൻ വേണ്ടി 3 പ്രാവശ്യം ആവർത്തിക്കും അത്ര. ചിരിച്ചുകൊണ്ടാണെങ്കിൽ തമാശയാണെങ്കിലും കുട്ടികളുടെ കളിയല്ല. ചില ആളുകളൊക്കെ യാത്ര ചെയ്യുമ്പോൾ തമാശയ്ക്ക് പറയും, അളിയാ പോകുന്ന വഴിക്ക് അങ്ങാണ് നോക്കി പോണ അളിയാ മല അങ്ങാണ് ഇടിഞ്ഞു വീണ. തമാശയായിരിക്കും, പറയരുത്. യാത്രയിലെ ദുആ അല്ലാഹു സ്വീകരിക്കും. അവനാ പോകുന്ന വഴിയിൽ മല ഇടിഞ്ഞു വീഴാൻ തന്നെ സാധ്യതയുണ്ട്. യാത്രയിൽ തമാശ പറഞ്ഞിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ, ഗൗരവമുള്ള കാര്യങ്ങൾ തമാശ പറയരുത് ദുആയിക്ക്. അളിയ നീ എങ്ങാനും പോകുന്ന വഴിയിൽ എങ്ങാനും അടിച്ചു പോയാ, കഴിഞ്ഞ ആഴ്ച അങ്ങനെയായിരുന്നു ഒരുത്തൻ, വെറുതെ പറഞ്ഞാൽ മതി, ചുമ്മെങ്കിലും അടിച്ചു പോകും. യാത്രയിലെ ദുആ അല്ലാഹു സ്വീകരിക്കും. കുട്ടികളുടെ ദുആ അല്ലാഹു സ്വീകരിക്കും. ഒരു മുസാഫിറിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കും. മഴ പെയ്യുന്ന സമയത്ത് ദുആ അല്ലാഹു സ്വീകരിക്കും. ഇതുകൊണ്ടാണ് ദുആ ചെയ്യുമ്പോൾ നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. നമ്മുടെ എത്രയോ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാനുണ്ട്. മഴ പെയ്യുമ്പോൾ അധികമായ മഴയാണോ, അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ. പടച്ചവനെ ഈ ദിക്കിൽ നിന്ന് മറ്റു ദിക്കുകളിലേക്ക് നീ മഴ വ്യാപിപ്പിക്ക്, ഞങ്ങൾക്ക് അനുകൂലമാക്കി പ്രതികൂലമാക്കരുത്. ഇതൊക്കെയാണ് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മഴ പെയ്യാൻ വേണ്ടി, നന്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യണം. മഴ അധികമായാൽ ആ മഴ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് മറ്റൊരു ദിക്കിലേക്ക് നീ മാറ്റിക്കൊണ്ടുപോ പടച്ചവനെ.
അതേപോലെ ആപത്തുകൾ വരാതെ, മുസീബത്തുകൾ വരാതെ ദുആ ചെയ്യാൻ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ മൗത്തിൽ ഫുജാഅ വമിൻ ലദ്ഗത്തിൽ ഹയ്യതി വമിനൽ ഹർഖി വമിനൽ ഗർഖി വമിൻ അൻ നഖിറ അലാ ഷൈഇൻ ഫിൽ അർദ് വമിനൽ ഖത്ൽ ഇൻദ ഫിറാരിസ് സഹഫ്. അല്ലാഹ്, പെട്ടെന്നുള്ള മരണം, അറ്റാക്ക്, പൊടുന്നനെ സംഭവിക്കുന്ന മരണം, അതിൽ നിന്നോട് കാവൽ തേടുന്നു. പാമ്പ് കടിക്കുന്നതിൽ നിന്ന് കാവൽ തേടുന്നു. വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നതിൽ നിന്ന് കാവൽ തേടുന്നു. തീയിൽ വെന്ത് മരിക്കുന്നതിൽ നിന്ന് കാവൽ തേടുന്നു. അല്ലാഹുവേ, മല പൊട്ടി ഞങ്ങളുടെ മുകളിലേക്ക് വീഴുന്നത്, വലിയ വലിയ പാറക്കല്ലുകൾ ഞങ്ങളുടെ മേലേക്ക് വീഴുന്നത്, വലിയ ബിൽഡിങ്ങുകൾ, കെട്ടിടങ്ങൾ ഞങ്ങളുടെ മേലേക്ക്, വമിൻ അൻ നഖിറ അലാ ഷൈഇൻ ഫിൽ അർദ്, ഞങ്ങളുടെ മേലേക്ക് വലിയ വലിയ കെട്ടിടങ്ങൾ വീണ് മരിക്കുന്നതിൽ നിന്നും, യുദ്ധത്തിൽ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് പിന്തിരിഞ്ഞ് പേടിച്ചു ഓടുന്നതിൽ നിന്നും നിന്നോട് ഞങ്ങൾ കാവൽ ചോദിക്കുന്നു പടച്ചവനെ. ആര് ചോദിക്കുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദുആയാണ്. സുഹൃത്തുക്കളെ, ഈ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളൊക്കെ അല്ലാഹു അവന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതൊന്നും പഠിക്കാൻ നമുക്ക് സമയമില്ല. എന്നിട്ട് പറയും ദുആ സ്വീകരിക്കുന്നില്ല, ദുആയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല, അള്ളാഹുവിന്റെ പരീക്ഷണമാണ്, അള്ളാഹു അങ്ങനെ ചെയ്തിട്ടാണ്, നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്. ഇതൊക്കെ നമ്മൾ കുറ്റം പറയാണ്. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മൻ ശക മുസീബതൻ നസലത് ബിഹി ഫകഅന്നമാ ശക റബ്ബഹു. ഒരു മുസീബത്ത് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ അല്ലാഹുവിനെ കുറ്റം പറഞ്ഞ, ആ മുസീബത്തിനെ കുറ്റം പറഞ്ഞാൽ അവിടെ താമസിച്ചത് കൊണ്ടാണ്, അവിടെ അങ്ങനെ ആക്കിയത് കൊണ്ടാണ്, അത് ഇങ്ങനെ വന്നത് കൊണ്ടാണ് എന്ന ആവശ്യമില്ലാതെ ആ പ്രകൃതിയെ, അതിന്റെ സംരക്ഷകനെ, അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട റബ്ബിനെ ആരെങ്കിലും അങ്ങനെയൊക്കെ നമ്മൾ വളച്ചൊടിച്ചിട്ട് പറഞ്ഞാൽ ഫകഅന്നമാ ശക റബ്ബഹു, തന്റെ റബ്ബിനെയാണ് അവൻ തെറി വിളിക്കുന്നത്, പരിഹസിക്കുന്നത്, തന്റെ റബ്ബിനെയാണ് അവൻ ആക്ഷേപിക്കുന്നത്, അധിക്ഷേപിക്കുന്നത്. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല പറഞ്ഞ വാക്കാണ്. ഒടുക്കത്ത ഇത് പണ്ടാരം, അങ്ങനെയുള്ള ആവശ്യമില്ലാതെ പറഞ്ഞാൽ തന്റെ റബ്ബിനെയാണ്. കാരണം എന്താണ്? അല്ലാഹു തആല വിധിച്ച വിധി ഇത് സംഭവിക്കുക തന്നെ ചെയ്യും. മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർദ് വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബ് إلا في كتاب من قبل أن نبرأها إن ذلك على الله يسير. ഭൂമിയിലാകട്ടെ, നിന്റെ ശരീരത്തിലാകട്ടെ, ശാരീരികമായി, സാമ്പത്തികമായി, നിന്റെ കുടുംബത്തിൽ, നാട്ടിൽ, ഗോത്രത്തിൽ, ഗ്രാമത്തിൽ, വീട്ടിൽ, വീതിയിൽ ഒരു മുസീബത്ത് വരണമെങ്കിൽ ഇത് കാലേ കൂട്ടി അല്ലാഹു നമ്മുടെ മുന്നിൽ അറിയിച്ച സത്യമാണ്. ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബലി അൻ നബ്റഅഹ. അല്ലാഹു അറിയിക്കാതെ ഒരു കാര്യവും ലോകത്തേക്ക് അല്ലാഹു വിട്ടു തരൂല. അല്ലാഹു നമ്മൾ അറിയിച്ച കാര്യമാണ് ഇതെല്ലാം. ഇങ്ങനെയൊക്കെ സംഭവിക്കും. സൂറത്തുൽ മുൽക്ക് തുടക്കത്തിൽ എന്താ അല്ലാഹു പറഞ്ഞത്? തബാരക്കല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. അല്ലാഹ് എത്ര പരിശുദ്ധനാണ്. മരണവും ജീവിതവും നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി നൽകിയ ഒരു വഴിയാണ് കേട്ടോ. ലിയബ്ലുവക്കും അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത. അല്ലാഹ് ആദ്യം പറഞ്ഞത് മരണത്തെയാണ് ഇവിടെ പരിചയപ്പെടുത്തിയത്. ഹയാത്ത് രണ്ടാമത്തെ അവസ്ഥയാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാൻ. അല്ലാഹ് നിങ്ങളെ പരീക്ഷിക്കാനാണ് ഈ മരണം നൽകിയത്. ഈ വയനാട്ടിലെ മരണം കണ്ട് എത്ര പാഠങ്ങളാണ് നമുക്കുള്ളത്. എത്ര സുഖലോലുപരായി കഴിഞ്ഞവരുണ്ടാകും, എത്ര റാഹത്തായി കഴിഞ്ഞവരുണ്ടാകും, വയറ് നിറച്ച് ഭക്ഷിച്ചവരുണ്ടാകും, സാധുക്കളുണ്ടാവും, എന്തുമാകട്ടെ, ആരുമാകട്ടെ. ആ ഒരു ദാരുണമായ അവസ്ഥ കാണുമ്പോൾ മനുഷ്യ, നീ ഇത് പഠിക്കണം. നിന്റെ അഹങ്കാരവും പവറും പത്രാസും എത്ര ദിവസത്തേക്ക് വേണ്ടി, ആർക്ക് വേണ്ടിയിട്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ്? ഇതെല്ലാം ഒരു ദുർബല നിമിഷത്തിൽ ഇന്ന് ഉറങ്ങുന്നു, നാളെ നേരം വെളുക്കുമ്പോൾ അവിടെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ തരിശു ഭൂമിയായി മാറുമെന്ന് പരിശുദ്ധ ഖുർആനാണ്. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെയും അടുത്ത ആഴ്ചത്തെയും ബക്കറ്റ് പിരിവ് നമുക്കറിയാമല്ലോ. ഇപ്പോ ഈ പ്രളയം, ഇങ്ങനെ ഒരു ദുരന്തം വന്നതിന്റെ പേരിൽ എല്ലാവരും പല ഭാഗത്ത് നിന്ന് സഹായങ്ങളൊക്കെ എത്തിക്കുന്നുണ്ട്. എല്ലാവരും അർഹമായി കിട്ടട്ടെ, നമുക്ക് ദുആ ചെയ്യാം.
എങ്കിലും നമ്മൾ ഇതുപോലുള്ള സംഭവങ്ങൾ വരുമ്പോൾ നമ്മുടെ ജമാഅത്തിൽ നിന്ന് പൊതുവെ നമ്മൾ ഇങ്ങനെ സാധാരണ പിരിവ് നടത്താറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഫ്ലഡ് വന്നപ്പോൾ പ്രളയത്തിൽ 2 സ്ഥലത്തുനിന്ന് ഉസ്താദന്മാരോട് വന്നു, നാട്ടുകാർ ജമാഅത്തിരുന്ന് പള്ളിയില്ല, നമുക്ക് അതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു. കൃത്യമായി നമ്മൾ അത് അവിടെ കൊണ്ട് എത്തിച്ചു കൊടുത്തു. അവർ ആ പള്ളി പണിതു. അതിന്റെ ഉദ്ഘാടനത്തിന് നമ്മളെ ക്ഷണിച്ചു. അവർക്ക് വലിയ സന്തോഷമായി. പിന്നെ എന്തോ കുറച്ചുകൂടെ വേണമെന്ന് പറഞ്ഞു. അതും ഇവിടെ നമ്മുടെ ജമാഅത്തിൽ വന്ന് പറഞ്ഞു. അതും സംഘടിപ്പിച്ച് ഞാനും പ്രസിഡന്റ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും കൂടെ ചേർന്നാണ് ഞങ്ങളത് കൊണ്ടുപോയി കൊടുത്ത് അർഹമായ കൈകൾ അത് ഏൽപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് അൽഹംദുലില്ലാ അർഹതയോടുകൂടി അവർക്കത് കിട്ടുകയും അതിന്റെ നന്ദിയും നമുക്കൊണ്ട് ദുആയും നമ്മളിവിടെ വായിക്കുകയൊക്കെ ചെയ്തു, നിങ്ങൾ ചെയ്ത സഹായങ്ങളൊക്കെ. അപ്പൊ എന്തായാലും ഇപ്പൊ ഈ ഒരു വിഷയമായിട്ട് എല്ലാ സംഘടനകളും സന്നദ്ധ പ്രവർത്തകരും എല്ലാം സഹായങ്ങൾ ചെയ്യുന്നുണ്ടാവും. അതൊക്കെ നടക്കട്ടെ, കൊടുത്തോളി, സഹകരിച്ചോളി, സഹായിച്ചോളി. അള്ളാഹു എല്ലാത്തിനും അർഹമായ പ്രതിഫലം നൽകട്ടെ. അപ്പൊ നമ്മുടെ ജമാഅത്തിൽ നിന്ന് ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും ബക്കറ്റ് പിരിവ് ഇത് പൂർണ്ണമായും ഈ എടുക്കുന്ന മുഴുവൻ പൈസയും തുക നമ്മൾ ശേഖരിച്ചു വെച്ചിട്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് അവിടെ ഒരുപാട് പള്ളികളൊക്കെ നഷ്ടപ്പെട്ടു പോയി, വീടുകൾക്കൊക്കെ ധാരാളം പൈസകൾ കിട്ടും. അതൊക്കെ ഓരോരുത്തർ ഓഫർ ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. എന്തുമാകട്ടെ, ആ പള്ളിക്ക് വേണ്ടി നമ്മൾ ഈ പൈസ ഇൻഷാ അല്ലാഹ് എന്ത് ഇതല്ലേ ഞാൻ പറയുന്നത്. അപ്പൊ ആ പള്ളിക്ക് വേണ്ടി നമ്മൾ ആ പൈസ ഇൻഷാ അല്ലാഹ് നമ്മൾ മാറ്റിവെച്ച പള്ളിക്ക് തന്നെ നമ്മൾ കൊടുക്കുള്ളൂ. അത് നമ്മൾ തന്നെ നേരിട്ട് പോയി ഇൻഷാ അല്ലാഹ് നമ്മൾ കൊടുക്കും. 2 ആഴ്ചത്തെ പക്കര വയനാട് ദുരിത സ്ഥലത്ത് തകർന്ന പള്ളി നിർമ്മാണത്തിനായി നൽകുന്നു. എല്ലാവരും മുഴുവൻ സംഭാവന ചെയ്യുക. മാത്രമല്ല പുറം പള്ളിയിൽ ഒരു ബോക്സ് വയ്ക്കും. പുറം പള്ളിയിൽ നമ്മളൊരു ബോക്സ് ഇനി ഇൻഷാ അല്ലാഹ് എത്ര 2 ആഴ്ചത്തേക്കാണ്, 1 മാസത്തേക്ക് ഇതിനു വേണ്ടി മാത്രം ഒരു ബോക്സ്, നമ്മൾ ഇരിക്കുന്ന ബോക്സ് എടുത്ത് മാറ്റിയിട്ട് ഇതിനു വേണ്ടി മാത്രം ഒരു ബോക്സ് വയ്ക്കും. ആ പൈസയും നമ്മൾ ഇവിടുന്ന് കിട്ടുന്ന ഈ ആഴ്ചത്തെ അടുത്ത് വ്യക്തിപരമായിട്ട് പള്ളിക്ക് വേണ്ടി നമുക്ക് ഇൻഷാ അല്ലാഹ് നിയത്ത് ചെയ്ത് കമ്മിറ്റിയെ സമീപിക്കുക. അർഹമായ കൈകളിൽ 1 രൂപ പോലും ഇല്ലാതെ ഇൻഷാ അല്ലാഹ് എത്തിക്കും. അതിനകത്ത് ആർക്കും ഒരു സംശയം വേണ്ട. ഇവിടെ നിന്ന് കിട്ടുന്ന ഈ പൈസ എത്രയാണോ ആ പൈസ നമ്മൾ അവിടെ ബോർഡിൽ എഴുതുകയും ചെയ്യും. ഇതെല്ലാം കൂടെ ഈ കുറച്ച് ഒന്ന് ഒതുങ്ങിയതിന് ശേഷം നമ്മൾ അവിടെ എത്തി എന്താണ് ആവശ്യം എന്ന് കണ്ടിട്ട് നമ്മൾ അവിടെ നിർവഹിച്ചു കൊടുക്കും ഇൻഷാ അല്ലാഹ്. ഇനി പള്ളിയല്ല, ഇനി വീടിന് ആവശ്യമാണ് എങ്കിലും നമുക്ക് അതിനർഹതമായ നിലയിൽ ഇൻഷാ അല്ലാഹ് അത് എത്തിച്ചു കൊടുക്കും. അതുകൊണ്ട് എല്ലാവരും ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും കാര്യമായ നിലയിൽ വ്യക്തിപരമായും അല്ലാതെയും ഒക്കെ സഹായിക്കണം. അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഈ ജമാഅത്ത് കമ്മിറ്റിയെ ഏൽപ്പിക്കണം. അതർഹമായ സ്ഥലങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് എത്തും. നമ്മൾ ഈ പൈസ ഇടുമ്പോൾ നമ്മുടെ മനസ്സിലൊരു നിയത്ത് വേണം, പടച്ചവനെ മുസീബത്തുകളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഇതേപോലുള്ള സംഭവങ്ങൾ നമുക്കോ നമ്മുടെ നാട്ടിലോ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി നിയത്ത് ചെയ്തുകൊണ്ട് നമ്മൾ ഇത് ചെയ്യണം. അള്ളാഹു നമ്മളെ എല്ലാവരെയും അവരെയൊക്കെ സംരക്ഷിക്കുമാറാകട്ടെ. പിന്നെ നമുക്ക് ഈ വെള്ളിയാഴ്ചയും അടുത്ത വെള്ളിയാഴ്ചയും ഇൻഷാ അല്ലാഹ് ജുമാ നമസ്കാരം കഴിഞ്ഞ ഉടനെ ഗായിബായ മയ്യത്ത് നിസ്കാരം, ആ മരണപ്പെട്ട സഹോദരങ്ങൾ, ധാരാളം സഹോദരങ്ങൾ, സഹോദരിമാർ, കുഞ്ഞുമക്കൾ അടക്കമുള്ളവർ മരണപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ സഹോദരങ്ങളാണ്, സഹോദരിമാരാണ്. അപ്പൊ അവർക്ക് വേണ്ടി നമുക്കൊരു മയ്യത്ത് നമസ്കാരം നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നജ്ജാഷി രാജാവ് മരിച്ചപ്പോ അദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് നമസ്കരിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഗായിബായ നിലയിൽ അവർക്ക് വേണ്ടി നമുക്കെല്ലാവരും ജുമാ നമസ്കാരം കഴിഞ്ഞ് ദുആ കഴിഞ്ഞ ഉടനെ നമുക്ക് അവർക്ക് വേണ്ടി ആ മരണപ്പെട്ട ഇമാമ് നമസ്കരിക്കുന്ന ആ ഗായിബായ മറഞ്ഞ മയ്യത്തുകൾക്ക് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു എന്ന് നിയത്ത് ചെയ്താൽ മതി. അതിന്റെയൊക്കെ സവാബ് അവർക്ക് കിട്ടും. കാരണം ഏറ്റവും വലിയ ഒരു കാര്യമാണ്, അല്ലാഹു തആല അവരങ്ങനെ മരണപ്പെട്ടെങ്കിലും ഒരു മുസീബത്തോടുകൂടി, ഒരു വേദനയോടുകൂടി, ഒരു പ്രയാസത്തോടുകൂടി, ഒരു വിഷമത്തോടുകൂടിയാണ് അവർ മരിച്ചതെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്തിരിക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് ഷഹീദിന്റെ സ്ഥാനമാണ്. ഇസ്ലാമിൽ 1ാമത്തെ സ്ഥാനം അതാണ്, ശുഹദാക്കൾക്കാണ്. ആദ്യം മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കെട്ടിടം വീണ് മരിക്കുക, ഉരുൾപൊട്ടി മരിക്കുക, വെള്ളത്തിൽ മുങ്ങി മരിക്കുക, ഇവരൊക്കെ ഷഹീദാണ്, ശുഹദാക്കളാണ്. അതേ ഫലസ്തീനിലെ പൊട്ടിത്തെറിക്കുന്ന മക്കൾ അതേ സ്ഥാനത്തിൽ ഇവരെയും കൊണ്ടെത്തിക്കും. ചെറിയ കാര്യമല്ലാതെ നമുക്ക് നോക്കുമ്പോൾ ഒരു ദുരന്തമുഖമാണ്. അവരാ കണ്ണടയുന്ന സമയം, അവരുടെ റൂഹ് പോകുന്ന സമയത്തുണ്ടാകുന്ന ആ ഒരു വേദനയാണെങ്കിലും അവർക്ക് അത് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമാണ്, ചെറിയ പ്രതിഫലമല്ല. ആ 1ാമത്തെ സ്ഥാനം അശ്ശുഹദാ, 1ാമത്തെ സ്ഥാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ അല്ലാഹു തആല ചെയ്തിരിക്കുന്ന വലിയ സ്ഥാനമാണ്. അതുകൊണ്ട് ആ ശുഹദാക്കളുടെ സ്ഥാനത്തിലേക്ക് എത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തൗഫീഖ് നൽകട്ടെ.
മഹാന്മാരായ മുൻഗാമികളായ സ്വാലിഹീങ്ങളായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, അവരുടെയൊക്കെ പദവിയിൽ, അവരുടെയൊക്കെ ആ ദർജയിൽ അല്ലാഹു തആല അവരെ എത്തിക്കുമാറാകട്ടെ. അതുകൊണ്ട് കുഞ്ഞുങ്ങളായാലും തള്ളയായാലും ഉപ്പയായാലും ഉമ്മയായാലും അവരാ സമയത്ത് അനുഭവിച്ച ആ വേദനയുടെ പേരിൽ അവരുടെ പാവങ്ങൾ മുഴുവനും പൊറുക്കപ്പെടുമെന്നാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കുഞ്ഞ് മരിക്കാറായി വേദനിച്ച്, ഭയങ്കരമായ വേദന, മരണത്തോടടുക്കുന്ന വേദന, ആ സമയത്ത് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനസ് റളിയല്ലാഹു തആല അൻഹു അടക്കം അങ്ങോട്ടേക്ക് പോവാൻ. ഫഖുദ്ദിമ ഇലൈഹി ഇബ്നുഹു ഇബ്രാഹിം റളിയല്ലാഹു അൻഹു, ഇബ്രാഹിം എന്ന പൊന്നു മോനെ നബി തങ്ങളുടെ കൈകളിലേക്ക് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുട്ടിയെ ഏറ്റെടുത്ത് ചേർത്ത് പിടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചുംബിച്ചു. ആ സമയത്ത് ഭയങ്കരമായ നിലയിൽ പിടയ്ക്കുകയാണ്, മരിക്കാൻ വേണ്ടിയിട്ട്. ആ കുഞ്ഞുകുട്ടി നബി തങ്ങളുടെ കയ്യിൽ കിടന്നിട്ട് നബിയുനാ വയബ്കി അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ടിട്ട് കരഞ്ഞുപോയി. ഫയഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തദ്മഉൽ ഐൻ, കണ്ണ് ഈറനണിയുകയാണ്, വയഹ്സുനുൽ വേർപാടിൽ കരയാൻ, പൊട്ടിക്കരയാൻ ഒരു അവസരം നീ എനിക്ക് അനുവദിച്ചിരുന്നുവെങ്കിൽ ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പൊട്ടിക്കരയുന്നത് എന്റെ ഈ മകന്റെ വേർപാടിലാണ്. വഇന്നാ ലിഫിറാഖിക ലമഹ്സൂനൂൻ, യാ ഇബ്രാഹിം, മോനെ നിന്റെ വേർപാടിൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് ഞാനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളെല്ലാം അല്ലാഹുവിൽ നിന്നുള്ളവരാണ്, അവനിലേക്ക് നമ്മൾ മടങ്ങേണ്ടവരാണ്. നമുക്കൊരു മുസീബത്ത് വരുമ്പോ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്, എന്റെ ലോകത്തിന്റെ ഗുരുവായ ഹബീബായ തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി, എന്റെ ഹബീബായ തങ്ങളുടെ പിഞ്ചുമക്കൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. 6 മാസം 8 മാസം 12 മാസം ഒക്കെ കുഞ്ഞുമക്കൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. നമ്മൾ ചിന്തിക്കേണ്ടത് പെട്ടെന്ന് അങ്ങോട്ടാണ്. നമ്മൾ അതാണ് വയനാടിന്റെ മക്കളോട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. നമ്മൾ മരിക്കുന്നില്ല, ശുഹദാക്കൾക്ക് മരണമില്ല, അവർ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, നമ്മുടെ മുന്നിൽ വെച്ചവർ മരിച്ച് മയ്യത്ത് പലകയിൽ കയറി അവരാ ഖബറിനകത്തേക്ക് എത്തുന്നു എന്ന് മാത്രം. അവർ അല്ലാഹുവിന്റെ അടുക്കൽ ചിരിക്കുകയാണ്, കളിക്കുകയാണ്, രസിക്കുകയാണ്, രമിക്കുകയാണ്, വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിനേക്കാളും നാടിനേക്കാളും നല്ല നിലയുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് രസിക്കുന്നവരാണ് ശുഹദാക്കൾ എന്ന് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചെങ്കിൽ നമുക്ക് വിഷമിക്കണ്ട, അവരും മരിക്കും, നമ്മളും മരിക്കും. നമ്മുടെ ലോകത്തിന്റെ പ്രവാചകൻ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോയി. നബി തങ്ങള് വഫാത്താകാൻ വേണ്ടി കഷ്ടപ്പെട്ട് വേദനയോടുകൂടി കിടക്കുന്ന സമയത്താണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു കടന്നു പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് എത്തി. നബി തങ്ങളുടെ അരികിൽ പോയിട്ട് തൊട്ടിട്ട് പറഞ്ഞു, ഇന്നകല്ല തുഅകു വഅകൻ ഷദീദ, നബി അങ്ങക്ക് വല്ലാണ്ട് വേദനിക്കുന്നുണ്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഅം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അങ്ങക്ക് 2 പേരുടെ പ്രതിഫലം ലഭിക്കും. ലക അജ്റു റജുലൈൻ, 2 പേരുടെ പ്രതിഫലം അങ്ങേക്ക് ലഭിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതെ, ഇന്നി ലഉഅകു വഅകൻ ഷദീദൻ കമാ തുഅകു റജുലാനി മിൻകും, നിങ്ങളിൽ 2 പേർ അനുഭവിക്കുന്ന മരണവേദനയാണ് ഞാൻ ഒറ്റയ്ക്ക് അനുഭവിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് 2 പേരുടെ കൂലി കിട്ടും. നമ്മൾ ഒരാളുടെ മരണവേദന അനുഭവിക്കുന്നുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 പേരുടെ മയ്യത്ത് മരണവേദന അനുഭവിക്കുന്നത്. ആ വേദനയാണ് ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു, മാ യുസീബുൽ മുഅ്മിന മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഗമ്മിൻ വലാ ഹുസ്നിൻ ഇല്ലാ കഫറല്ലാഹു ബിഹാ ഖതായാ കമാ തഹുത്തു ശജറത്തു കമാ തഹുത്തുൽ വറഖു മിൻ ശജറതിഹാ ഔ കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമ്മൾ അനുഭവിക്കുന്ന വേദന, നമ്മുടെ ടെൻഷൻ, നമ്മുടെ നിർഭയത്വം, നമ്മുടെ രോദനം, നമ്മുടെ ഖേദം, നമ്മുടെ കണ്ണുനീര്, നമ്മുടെ ടെൻഷൻ, ഇതിനെല്ലാം ഹത്ത ശൗഖത്തില്ലതി യുശാഖു
അവന്റെ കാലിൽ ഒരു മുള്ള് തറച്ചിട്ടുണ്ടെങ്കിൽ അതിനും ഇല്ലാ കഫറല്ലാഹു അൻഹു ഖത്തായ, അവന്റെ പാപങ്ങൾ പൊരുത്തപ്പെട്ടിട്ടല്ലാതെ അല്ലാഹു അവനെ ഈ ദുനിയാവിൽ നിന്ന് അവനെ വിളിക്കുകയില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ഭാഗ്യം, വയനാട്ടിലെ മരണപ്പെട്ടു പോയ ശുഹദാക്കൾക്ക് ചെയ്ത ഏറ്റവും വലിയ ഭാഗ്യം, അവരാ ത്യാഗം അനുഭവിച്ചതിന്റെ പേരിൽ, അവരാ വേദന അനുഭവിച്ചതിന്റെ പേരിൽ, സാധാരണ ഒരു കാലിൽ ഒരു മുള്ളു കൊണ്ടാൽ അവന്റെ മുഴുവൻ പാവങ്ങളും അല്ലാഹു പൊറുക്കുമെന്ന് പറഞ്ഞെങ്കിൽ അതിനേക്കാൾ വലിയ വലിയ വടവൃക്ഷങ്ങളുടെ അടികളിൽ പല പല ഭാഗങ്ങളായി വേർപെട്ട് അവയവങ്ങൾ ഛിന്ന ഭിന്നമായി അല്ലാഹ്ക്ക് വേണ്ടി അല്ലാ അല്ലാ എന്ന് വിളിച്ച് മരണപ്പെട്ടവരുണ്ട്. അവർക്കപ്പോൾ എന്തായാലും പടച്ച തമ്പുരാൻ ഒരു പാവം പോലും ബാക്കിയാക്കാതെ അല്ലാഹു ഉന്നതമായ പദവികളിലേക്കാണ് അവര് എത്തിപ്പെടുന്നത് എന്ന് ഹദീസിന്റെയും ഖുർആന്റെയും ആശയത്തിലുള്ള മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹ് ആ പദവിയിലേക്ക് എത്തിക്കുമാറാകട്ടെ. നമുക്കറിയാം അവിടെ നടന്ന പല പല സംഭവങ്ങൾ ഒരുപാട് തെളിവുകളും പാഠങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. നമ്മളത് മനസ്സിലാക്കണം. ഒരു കുടുംബം സ്വന്തം വീട് തകരുന്നു എന്ന് കണ്ടപ്പോൾ കൂട്ടുകുടുംബാദികളെയും കൂട്ടി അടുത്ത വീട്ടിലേക്ക് പോയി വീടിന്റെ മുകളിലെത്തി. ആ മുകളിൽ നിന്നുകൊണ്ട് ആ വീടും ചായുന്നതായി കണ്ടപ്പോൾ അവർ വിളിച്ചു, അല്ലാ 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 അല്ലാ, ഞങ്ങളെ രക്ഷിക്കണം അല്ലാ എന്ന വിളി അവർ മുറുക്ക പിടിച്ചു നിലവിളിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒഴുകി വന്ന ഒരു വലിയ ഒരു വൃക്ഷം, അതായത് ഒരു തെങ്ങ്, ആ വീടിനെ താങ്ങി നിർത്തി. ആ കുടുംബം രക്ഷപ്പെട്ടു എന്ന് മീഡിയയുടെ മുന്നിൽ അവർ അഭിമാനത്തോടെ പറയണമെങ്കിൽ ഓർക്ക് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൽ നിന്ന് വന്നവരാണ്, അവനിലേക്കാണ് മടക്കം. അതുകൊണ്ട് എന്ത് മുസീബത്ത് വന്നാലും അല്ലാഹുവിനെ നമ്മൾ മുറുകെ പിടിച്ചാൽ അവന്റെ സഹായം നമുക്കുണ്ടാകും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളും നമുക്ക് ആ ദുരന്ത ഭൂമിയിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. പാഠം ഉൾക്കൊണ്ട് മനസ്സിലാക്കി ഇനിയുള്ള ശിഷ്ട ജീവിതമെങ്കിലും അള്ളാന്റെ പൊരുത്തത്തിലാക്കി തീർക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് അവർക്ക് വേണ്ടി എല്ലാം ഒന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. അവർക്ക് വേണ്ടി നമുക്ക് മയ്യത്ത് നമസ്കരിക്കാം. വ്യക്തിപരമായിട്ട് എല്ലാവരും ദുആ ചെയ്യണം. നമ്മൾ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പൊതുവെ ഒരാൾ 27 പ്രാവശ്യം ഒരു ദിവസം മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്നാണ്. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. 25-27ഓളം പ്രാവശ്യം അവർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്നാണ്. നമ്മുടെ അഭാവത്തിലുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത് കൂടുതലും. എന്റെ സുഹൃത്ത് അവിടെയാണ്, അവർക്ക് നമ്മൾ ദുആ ചെയ്യും. ഇപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ മുന്നിലിരിക്കുന്നവർക്ക് ഒന്ന് ദുആ ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ അവർക്ക് കൂടെ ദുആ ചെയ്യും. ഏറ്റവും കൂടുതൽ ദുആയ്ക്ക് ഇജാബത്തുള്ളതും ദുആയ്ക്ക് അർഹതയും അതാണ് നമ്മുടെ അഭാവത്തിലുള്ള സഹോദരങ്ങൾ. ഇപ്പൊ വയനാട്, ഫലസ്തീൻ, ഇതുപോലെ എത്രയോ ദൂരത്ത് അവിടെയൊക്കെ ത്യാഗം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ സ്വതക്കയാണ് ഈ ദുആ എന്ന് പറയുന്നത്. അത് അർഹമായ നിലയിൽ അല്ലാഹു അത് സ്വീകരിക്കും. നമ്മൾ ഹൃദയവേദനയോടുകൂടി നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആയ്ക്ക് ഇജാബത്തുണ്ട്. ഒരു ദിവസം നമ്മളെല്ലാവരും, അതാണല്ലോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, എത്ര വലിയ അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ പറയുന്ന ഉലൈക അലൈഹിം സ്വലവാത്തു മിർ റബ്ബിഹിം വ റഹ്മ വ ഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് രക്ഷപ്പെട്ടവർ. അവരുടെ മേലാണ് അല്ലാഹുവിന്റെ റഹ്മത്തുള്ളത്, അവരുടെ മേലാണ് അല്ലാഹുവിന്റെ ബർക്കത്തുള്ളത്. അതുകൊണ്ട് ആ സഹോദരങ്ങൾക്ക് വേണ്ടിയും ഈ വിപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യും. എപ്പോഴും എന്നോടും നിങ്ങളോടും ഞാൻ പറയാനുള്ള ഒരു വാക്ക്, സദഖകൾ വർദ്ധിപ്പിക്കണം, ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കണം. ഇസ്തിഗ്ഫാറുകൾ, അല്ലാഹു തആല ഒരു രാജ്യത്തെയും ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ഒരു നാടിനെ അല്ലാഹു നശിപ്പിക്കൂല എന്നാണ്. നമുക്ക് അല്ലാഹ് അദാബ് ഇറക്കൂല. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. എപ്പോഴും ഒഴിവ് കിട്ടുന്ന സമയങ്ങൾ എണ്ണം പിടിക്കൊന്നും വേണ്ട. അസ്തഗ്ഫിറുല്ലാഹൽ അദീം റബ്ബി ഗഫിർലി വതുബ് അലൈഹി ഇന്നക അൻത തവ്വാബുർ റഹീം. 100 പോരാ, 1000 പോരാ, എത്ര പറഞ്ഞാലും മതിയാവില്ല. അത്രയ്ക്കും വലിയ തെറ്റുകളാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇസ്തിഗ്ഫാറുകൾ എല്ലാവരും ഇൻഷാ അല്ലാഹ് അധികരിപ്പിക്കുക. കഴിയുന്നത്ര സദഖകൾ ചെയ്യുക. സദഖകൾ ചെയ്യുമ്പോൾ ദുആ ചെയ്യണം, പടച്ചവനെ മാരക രോഗങ്ങളും വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ, ഞങ്ങളുടെ അഹ്ലുകാരെയും കുടുംബത്തെ നിന്ന് രക്ഷിക്കണേ അല്ലാഹ് എന്ന ദുആയോടുകൂടി നിങ്ങൾ സദഖ ചെയ്യണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ദുആകളെ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു ആ നാട്ടിലുള്ള മുഴുവൻ പേരെയും അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അർഹമായ പ്രതിഫലം കൊടുത്ത് അള്ളാഹു അവരെ കബൂലാക്കുമാറാകട്ടെ. ഒരു 7 പ്രാവശ്യം ലാ ഇലാഹ ഇല്ല അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. എല്ലാവരും പതുക്കെ പറയും, ലാ ഇലാഹ ഇല്ല അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ല അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ല അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لك الحمد ولك الشكر يا الله الواحد الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. يا قوي يا قادر يا مقتدر
യാ സമീഉ യാ ബസീർ യാ ലതീഫൻ ലിമൻ യശാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. അല്ലാഹുവേ, പടച്ചവനെ, കരുണയുള്ളവനെ, നീ ഞങ്ങൾക്കെല്ലാം പുറത്തു തരണേ റബ്ബേ. നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ പടച്ചവനെ. ഒരുപാട് തെറ്റുകൾ ചെയ്ത കരങ്ങളാണ് നിന്റെ മുന്നിലേക്ക് ഉയർത്തുന്നത്. അല്ലാഹുവേ, നീ പൊരുത്തം തരണേ അല്ലാ, നീ പുറത്തു തരണേ അല്ലാ, നീ മാപ്പ് ചെയ്യണേ പടച്ചവനെ. ഞങ്ങൾ ചെയ്ത തെറ്റുകൾ കാരണമായി ഞങ്ങളെയോ ഞങ്ങളുടെ നാടിനെയോ പാവപ്പെട്ടവരെ നീ ശിക്ഷിക്കല്ലേ പടച്ചവനെ. അല്ലാഹുവേ, നാനാ ഭാഗത്തുനിന്ന് വരുന്ന മുസീബത്തുകളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, പ്രകൃതിയെ കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ പടച്ചവനെ. നീ തരുന്ന അന്നം കൊണ്ട് നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ പടച്ചവനെ. നീ തരുന്ന റിസ്ക് കൊണ്ട് ഞങ്ങളെ നീ വേദനിപ്പിക്കല്ലേ പടച്ചവനെ. ഞങ്ങൾ നന്ദി കെട്ടവരാണ് അല്ലാഹുവേ. നന്ദിയുള്ളവരാകാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം എന്താ പടച്ചവനെ. നീ ഞങ്ങളെ അനുഗ്രഹിക്കു പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരങ്ങൾ, സഹോദരിമാർ, കുഞ്ഞുമക്കളടക്കമുള്ളവർ അല്ലാഹുവേ, നിന്റെ ദർബാറിലേക്ക് അവർ യാത്ര തിരിച്ചു പടച്ചവനെ. രാത്രി ഉറങ്ങി എത്രയോ പേര് പരസ്പരം സംസാരിച്ചു, രാവിലെ കാണാമെന്ന് പറഞ്ഞു. പക്ഷെ നേരം വെളുക്കുമ്പോൾ അല്ലാഹുവേ, അവർ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞവരായി റഹ്മാനെ. ഇതെല്ലാം നിന്റെ ഖുർആനും നിന്റെ ഹദീസ് ഞങ്ങളെ പഠിപ്പിച്ച സത്യങ്ങളാണ് പടച്ചവനെ. അല്ലാഹുവേ, നീ അവർക്ക് പുറത്തു കൊടുക്കണേ പടച്ചവൻ. നീ അവർക്ക് പുറത്തു കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ, അവരുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തവരുണ്ടാകും, സാധുക്കൾ ഉണ്ടാവും പടച്ചവനെ. നീ ഇഷ്ടപ്പെട്ടവരുണ്ടാകും, നീ ഇഷ്ടപ്പെടാത്തവരുണ്ടാകും. അല്ലാഹുവേ, ആ ഒരു ദുരന്തത്തിന്റെ പേരിൽ അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഈ മുഹറമിന്റെ മാസത്തിൽ നീ അവർക്ക് പുറത്തു കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ആ ത്യാഗത്തിന്റെ പേരിൽ അവർക്ക് നീ ശുഹദാക്കളുടെ സ്ഥാനം കൊടുക്കണേ പടച്ചവൻ. അല്ലാഹുവേ, ആ കൂട്ടുകുടുംബാദികളോടൊപ്പം എങ്ങനെയാണോ ഈ ഭൂമിയിൽ അവർ ജീവിച്ചത്, അതേപോലെ നിങ്ങൾ ദുനിയാവിൽ അനുഭവിച്ച വേദനയുടെ പേരിൽ, ക്ഷമയുടെ പേരിൽ, ത്യാഗത്തിന്റെ പേരിൽ, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചതിന്റെ പേരിൽ നിങ്ങൾ ഏറ്റെടുത്ത ത്യാഗം കൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ ഭാര്യമാരെയും നിങ്ങളുടെ മക്കളെയും ഇതാ ഒരു കുടക്കീഴിൽ സ്വർഗത്തിലേക്ക് ഞങ്ങൾ നൽകുന്നു എന്ന് പറയപ്പെടുന്ന ആ ഒരു ഉയർന്ന പദവിയിലേക്ക് നീ അവരെ എത്തിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾക്കതല്ലാതെ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല പടച്ചവനെ. അല്ലാഹുവേ, നീ അവരെ സഹായിക്കണേ പടച്ചവനെ. ആ ദുരന്ത മുഖത്തിൽ രക്ഷകരായി ഓടിയെത്തിയ അല്ലാഹുവേ, ഇവിടുത്തെ സൈന്യങ്ങളും പടച്ചവനെ, നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും നല്ലവരായ ചെറുപ്പക്കാരും സഹോദരങ്ങളും അല്ലാഹുവേ, നീ അവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിയണേ പടച്ചവനെ. ആരോഗ്യം കൊടുക്കണേ പടച്ചവനെ, ആഫിയത്ത് കൊടുക്കണേ പടച്ചവനെ, ദീർഘായുസ് കൊടുക്കണേ പടച്ചവനെ. എല്ലാ വിപത്തുകളിൽ നിന്നും അവരെ നീ കാത്തുരക്ഷിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആരെല്ലാം ഒരു വാക്കുകൊണ്ട്, നാവ് കൊണ്ട് പടച്ചവനെ ഈ നാടിന് വേണ്ടി കരയുന്നുവോ, കൈ ഓർക്കുന്നുവോ, നീ അവരെ സ്വീകരിക്കണേ പടച്ചവനെ, അനുഗ്രഹിക്കണേ പടച്ചവനെ. അവിടേക്ക് വേണ്ടി ചെയ്യുന്ന സഹായ ഹസ്തങ്ങൾക്ക് അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നീ നൽകണേ അല്ലാ. അല്ലാഹുവേ, ആ നാടിനെ നീ വീണ്ടെടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ആ നാട്ടുകാരെ നീ ഒരുമിപ്പിച്ചു കൂട്ടണേ പടച്ചവനെ. അല്ലാഹുവേ, ക്യാമ്പുകളിൽ കഴിയുന്ന സാധുക്കളായ മക്കൾ പടച്ചവനെ, എത്രയോ കുടുംബങ്ങൾ, ഉപ്പയില്ലാത്തവർ, ഉമ്മയില്ലാത്തവർ, അനാഥരായി കഴിയുന്നവർ, പിഞ്ചു മക്കളടക്കമുള്ളവർ, അല്ലാഹുവേ, നീ അവരെ ആശ്വസിപ്പിക്കും പടച്ചവനെ. നീ അവരെ ആശ്വസിപ്പിക്കും പടച്ചവനെ. നീ അവരെ സമാശ്വസിപ്പിക്കും പടച്ചവനെ. ഞങ്ങൾക്ക് കരയാമെന്നല്ലാതെ ഒന്നും ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല പടച്ചവനെ. അല്ലാഹ്, കുഞ്ഞു മക്കളെ നീ സമാശ്വസിപ്പിക്കണേ പടച്ചവൻ. ഉപ്പയെ തേടി ഉമ്മയെ തേടി അലയുന്ന മക്കളെ നീ സമാശ്വസിപ്പിക്കണേ പടച്ചവൻ. അല്ലാഹുവേ, നീ അവരെ അനുഗ്രഹിക്കണേ പടച്ചവനെ. മാരക രോഗങ്ങളോ വ്യാപിക്കുന്ന വൻ രോഗങ്ങളോ ഒന്നും ഉണ്ടാകാതെ അല്ലാഹ്, നീ അവരെ, ആ നാടിനെ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹ്, ഞങ്ങളെ ഞങ്ങളുടെ നാടിനെ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ യാത്രകളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ വാഹനങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സ്കൂളുകളും കോളേജുകളും മദ്രസകളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഇൽമു പഠിപ്പിക്കപ്പെടുന്ന കേന്ദ്രങ്ങളാണ് പടച്ചവനെ. നീ വിപത്തുകളിൽ നിന്ന് സംരക്ഷിക്കണേ അല്ലാഹ്, സഹായിക്കണേ അല്ലാഹ്. ഞങ്ങൾ തെറ്റുകാരാണ്, 100 വട്ടം പറയുന്നു തെറ്റുകാരാണ്. ഞങ്ങളുടെ തെറ്റിന്റെ പേരിൽ ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്, പിടിക്കല്ലേ അല്ലാഹ്. ഞങ്ങൾക്ക് പൊരുത്തം തരണേ അല്ലാഹ്, മാപ്പ് തരണേ അല്ലാഹ്. നിന്നോട് മാപ്പ് ചോദിക്കുന്നു പടച്ചവനെ. ഈ മുഹറമിന്റെ അവസാനത്തെ വെള്ളിയാഴ്ചയിൽ അല്ലാഹുവേ, നീ ഞങ്ങളെ സന്തോഷിപ്പിക്കണേ പടച്ചവനെ. ഞങ്ങളുടെ മരണപ്പെട്ടവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹുവേ. അവരെ ഞങ്ങളെ സാലിഹീങ്ങളോടൊപ്പം സ്വർഗ്ഗലോകത്തിൽ നീ ഒരുമിച്ച് കൂട്ടണേ പടച്ചവനെ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.